ഇവിടെ ഗുരുവന്ദനത്തിനായി ഗുരുമഹിമയിലെ കുട്ടികളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. വന്ദനം ഗുരുവന്ദനം തവ പാദ പങ്കജ വന്ദനം. വന്ദനം ഗുരുവന്ദനം തവ പാദ പങ്കജ വന്ദനം. ഇഹലോകവും പരലോകവും ഉലകാകയും നിറയുന്നൊരാ കരുണയാം പൊരുളിന്നു ഞങ്ങളിലാകണേ കരുണാമയ. ഇഹലോകവും പരലോകവും ഉലകാകയും നിറയുന്നൊരാ കരുണയാം പൊരുളിന്നു ഞങ്ങളിലാകണേ കരുണാമയ. വന്ദനം 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 ഗുരുവന്ദനം തവ പാദ പങ്കജ വന്ദനം. വന്ദനം ഗുരുവന്ദനം തവ പാദ പങ്കജ വന്ദനം. അഹമൊടുങ്ങണമിരുളുമാറി വെളിച്ചമായി വിളങ്ങണേ. അഹമൊടുങ്ങണമിരുളുമാറി വെളിച്ചമായി വിളങ്ങണേ. കർമ്മദോഷമകറ്റി ഞങ്ങളിൽ ആത്മരക്ഷയുമേകണേ. കർമ്മദോഷമകറ്റി ഞങ്ങളിൽ ആത്മരക്ഷയുമേകണേ. വന്ദനം 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 ഗുരുവന്ദനം തവ പാദ പങ്കജ വന്ദനം. വന്ദനം ഗുരുവന്ദനം തവ പാദ പങ്കജ വന്ദനം. തവ പാദ പങ്കജ വന്ദനം. തവ പാദ പങ്കജ വന്ദനം. ഗുരുവാണി വായിക്കുന്നതിന് ശ്രീമതി രേഖ ജ്യോതികുമാർ. ശരണം. ഗുരുവാണി. അപ്പം ഈ മറ്റത് തന്നെ ത്യാഗപ്പെട്ട് കർമ്മപ്പെട്ട് വളരെ വിശേഷപ്പെട്ടെടുത്ത് ആ ത്യാഗത്തിൻ്റെ വലിപ്പമാണ് ഇവിടെ വരേണ്ടത്. അതിനാണ് നമുക്ക് ത്യാഗമില്ല. ആ കർമ്മം ചെയ്യണം. നമ്മൾ ആരായിരുന്നാലും അത് ശുദ്ധമായിട്ട് നമ്മൾ ചെയ്യിപ്പിക്കും എന്ന വാശിയുണ്ടായാൽ മതി. അങ്ങനെ വരുവോളം ഇവിടെ ആർക്കും ഒന്നിനും കള്ളം പറയാനൊക്കില്ല, കള്ളം ചെയ്യാനൊക്കില്ല, കള്ളം ചിന്തിക്കാനൊക്കില്ല. ആ നിലയിൽ വർത്തിക്കുന്ന നമുക്ക് മറ്റെത്രയോ പേരെ, ഒരാൾക്ക് എത്രയോ പേരെ നന്നാക്കാൻ കഴിയും. അങ്ങനെ വാശിയുള്ളവരായി മാറണം. അപ്പോൾ ഇത് പിന്നെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു രംഗം എന്താണ്? ദേവവഴി ഗുരുമാർഗം അല്ലെങ്കിൽ ഋഷിമാർഗം. ഋഷിമാർഗത്തിൽപ്പെട്ട നല്ല ആചാരം. അപ്പോൾ ശാക്തേയത്തിലും ഋഷിമാരുണ്ടായിട്ടുണ്ട്, ശൈവത്തിലും ഉണ്ടായിട്ടുണ്ട്, വൈഷ്ണവത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇതിലെല്ലാം കൊള്ളാത്തവരുമുണ്ട്, എല്ലാ ന്യായത്തിലും ഉണ്ട്. ഇതിൽ പിന്നെ പ്രവാചകന്മാരുടെയും മതത്തിൻ്റെ പേരിലുമൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ ഈ നീചന്മാരെല്ലാം ഈ നീചവൃത്തിയിൽ അതേ രാശിയിൽ വന്നിരിക്കുന്നവരെല്ലാം തന്നെ ശുദ്ധമായി കിട്ടണം. അതിന് ഇന്ന് വരെ നീചരാശിയിൽ പ്രവർത്തിച്ചതെല്ലാം ശുദ്ധമായി പ്രവർത്തിക്കണം. അതിനെന്താ കുഴപ്പം? നമ്മുടെ സങ്കല്പം അങ്ങനെയാ. എങ്ങനെ? ഇന്നുവരെ ഏതെല്ലാം നീചമായി പ്രവർത്തിച്ചിട്ടുണ്ടോ അതെല്ലാം ശുദ്ധമായി പ്രവർത്തിക്കണം. അല്ലെങ്കിൽ നീചമായി പ്രവർത്തിക്കുന്നവർ ഈ ലോകത്ത് നിന്നകന്ന് അങ്ങനെ അവർക്ക് തറയിൽ നിൽക്കാൻ കൈവയ്യാതെ കുതിച്ചു ചാടണം. തമ്മിൽ തല്ലും, കുത്തും വെട്ടും, അടിയും വഴക്കും ഇങ്ങനെ ആയി അവർക്ക് തറയിൽ നിൽക്കാൻ വയ്യാത്ത മാതിരി ലോകം ഇളകി മറിയട്ടെ. ഇവനെ അങ്ങ് നശിക്കട്ടെ. അങ്ങനെയെങ്കിലും ഇവൻ്റെ സ്വഭാവം വിഷമിച്ചെങ്കിലും നശിച്ച് ആ സ്വഭാവശുദ്ധി ഇങ്ങ് വരട്ടെ. മറ്റതങ്ങ് നശിക്കട്ടെ. സദ്ഗുരുവേ ശരണം.